സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു സിമ്പിൾ കോളേജ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. എനിക്ക് സത്യം പറയാൻ എനിക്ക് 5 മിനിറ്റ് പോലും എടുത്തില്ല, വേഗം തന്നെ ഞാനിത് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ വേഗം ധൃതിപ്പെട്ട് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണിത്. അപ്പോൾ എന്തായാലും ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തതെന്നും അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സോ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിഡം വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതിൽ വിറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിനെ ഇത് നല്ല ഡീപ്പായിട്ട് നറിഷ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നീട് എൻ്റെ ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ മേക്കപ്പിനെ ക്രാക്ക് ആവാതെ ഒത്തിരി നേരം ഇത് നിലനിർത്താൻ സഹായിക്കും. ഞാനൊരു കൺസീലറാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ്റെ കൺസീലറാണ്. ഇത് ഒരു കോൺടോറും കൺസീലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസീലറാണ്. ഇത് ഒട്ടും തന്നെ ക്രാക്ക് ആവില്ല, നമുക്ക് ഇങ്ങനെ ലൈൻസ് ഒന്നും വീഴത്തില്ല, നമ്മൾ ഈവൻ ആയിട്ട് അത് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു കൺസീലർ വളരെയധികം ഫുൾ കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. അത് കാരണം ഞാനിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ ഒരു മേക്കപ്പ് സ്പഞ്ചിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കളർബാറിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വളരെയധികം അഫോർഡബിൾ ആയിട്ടാണ് കിട്ടുന്നത്, 150 റുപ്പീസേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ മിനിസോന്ന് മേടിച്ച ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ചാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഒരു 200-250 റുപ്പീസിനകത്താണ് ഈ ഒരു ബ്ലെൻഡർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ നല്ല സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് എക്സ്പാൻഡ് ആവും. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഇത് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കളർബാർ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടാതെ മിനിസോയുടെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ബ്രോ പെൻസിലാണ്. ഈ പ്രൈസിൽ വളരെയധികം നല്ലൊരു ടെക്സ്ചറുള്ള ഒരു ബ്രോ പെൻസിലാണ് ബ്ലൂ ഹെവൻ്റെ ബ്രോ പെൻസിൽ. അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കളർബാറിൻ്റെ ഇൻറ്റൻസ്ലി റിച്ച് കാജലാണ്. ഇത് ഡ്രീമി ബ്ലാക്ക് 001 എന്ന് പറയുന്ന ഷെയ്ഡാണ്. വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു ബ്ലാക്കാണിത്. സ്മഡ്ജ് ആവാനുള്ള ചാൻസസ് ഒരല്പം കൂടുതലാണ്. അത് കാരണം തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ചെറിയൊരു സ്മോക്കി ലുക്ക് കൊടുക്കാനായിട്ട്. എൻഡിൻ്റെ പോർഷൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ച് മേളിലേക്കും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പുറത്തേക്കുള്ള മോഷനിൽ വേണം ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത് വളരെ ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയും പ്രഷർ കൊടുത്ത് സ്മഡ്ജ് ചെയ്യേണ്ട. ഒന്ന് വാട്ടർ ലൈനിൽ വരച്ചതിന് ശേഷം ലൈറ്റായിട്ട് ഒന്ന് പുറത്തേക്കുള്ള മോഷനിലേക്ക് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഐലാഷ് കേളർ യൂസ് ചെയ്തിട്ട് ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. ഒരു ഐലാഷ് കേളർ എപ്പോഴും മേടിച്ച് വെച്ചിരിക്കുക, കാരണം ഇതൊരു ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഐലാഷ് കേളേഴ്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ മേടിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ലാഷസ് കേൾ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടെക്സ്ചറിലായിരിക്കും നമ്മുടെ ലാഷസ് ഇരിക്കുക. അപ്പോൾ ഐലാഷ് കേളർ മറക്കണ്ട. ലാഷസ് കേൾ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് Maybelline ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. ഇത് വാഷബിൾ മസ്കാരയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, വാട്ടർ പ്രൂഫ് മസ്കാര യൂസ് ചെയ്യാതെ ഇരിക്കുക. മസ്കാര എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് മസ്കാരാസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ ഞാനൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. റിമൽ ലണ്ടൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് 117 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, പക്ഷേ ഒരല്പം ഒരു ഡാർക്കറായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡാർക്കിഷ് ഷെയ്ഡായിട്ടും കൂടി ഇരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ലിപ്സിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരല്പം ലിപ്സിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിപ്സിൽ ഇങ്ങനെ ബോൾഡാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതേ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ എൻ്റെ ചീക്സിലും കൂടി അപ്ലൈ ചെയ്യുവാണ്. ഒരല്പം ചീക്സിൽ ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മേളിലേക്കുള്ള ഒരു മോഷനിലും കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഡക്ട്സ് തന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്ട്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രോഡക്ട്സോ മേടിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.